നമ്മുടെ രാജ്യം വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ്. സെപ്റ്റംബർ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യ മുന്നണിയും NDA ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ജഗ്ദീപ് ധങ്കർ എന്ന വ്യക്തിയായിരുന്നു നിലവിൽ നമ്മുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഉപരാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്നത്. 14ാമത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം 2022 ഓഗസ്റ്റിൽ നിയമിതനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം ജൂലൈ മാസം 2025 ജൂലൈ മാസത്തിൽ കഴിഞ്ഞ മാസം വളരെ അപ്രതീക്ഷിതമായിട്ട് രാജിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം രാജിവെക്കാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹവും മോദി സർക്കാരുമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചത് എന്നാണ് ചില വാർത്തകളുള്ളത്. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉപരാഷ്ട്രപതി, ഒരു വൈസ് പ്രസിഡന്റ് സ്വമേധയാ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജഗ്ദീപ് ധങ്കറിന് ശേഷം നമ്മുടെ വൈസ് പ്രസിഡന്റിൻ്റെ പൊസിഷൻ വേക്കൻ്റായി കിടക്കുകയായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ NDA മുന്നണി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടുകാരനായിട്ടുള്ള CP രാധാകൃഷ്ണൻ എന്ന പേരുള്ള ആളാണ് അവരുടെ സ്ഥാനാർത്ഥി. ഇദ്ദേഹം ഒരു കറകളഞ്ഞ RSSകാരനാണ്. ഇദ്ദേഹം തമിഴ്നാട് സംസ്ഥാന BJPയുടെ അധ്യക്ഷനായിരുന്നിട്ടുള്ള ആളാണ്. 2 തവണ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഗവർണറാണ്. അദ്ദേഹത്തെയാണ് NDA അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നതിലൂടെ NDAക്ക് BJPക്ക് ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. നിലവിലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ചിത്രം നോക്കുകയാണെങ്കിൽ BJPക്ക് വളരെ ആക്സസ് കുറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്. കേരളത്തിലാണെങ്കിൽ പോലും RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടുന്ന് ഒരു MP ഇപ്പോൾ ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനാ സംവിധാനത്തിലാണെങ്കിലും ഒക്കെ അവർക്ക് BJPക്ക് RSSന് അവിടേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കുക തമിഴ്നാട് പോലെയുള്ള മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ BJPക്ക് ഉണ്ട്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത്, പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു പാർട്ടി വിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് പാർട്ടി വിപ്പിൻ്റെ തീരുമാനം എന്താണോ ആ ആൾക്ക് വോട്ട് ചെയ്യുക എന്ന് തീരുമാനിക്കും. പക്ഷേ ഈ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ പാർട്ടി വിപ്പ് എന്ന രീതിയില്ല. പകരം ഇതിൽ പങ്കെടുക്കുന്ന പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യം എന്താണോ ആ രീതിയിൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നതിലൂടെ BJPക്ക് അവരുടെ പ്രവർത്തനം ഈ ഒരു ദക്ഷിണേന്ത്യ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായി നടത്താം എന്നും, അതുപോലെ തമിഴ്നാട്ടിൽ ഉള്ള DMK പോലെയുള്ള പാർട്ടികളുടെയൊക്കെ പിന്തുണ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം എന്നുമുള്ളൊരു ലക്ഷ്യം BJPക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെയാണ് ഇന്ത്യ മുന്നണി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അവർ ആന്ധ്രാപ്രദേശിൽ നിന്നും സുദർശൻ റെഡ്ഡി എന്ന ഒരു വ്യക്തിയെ വളരെ തന്ത്രപൂർവ്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് ജസ്റ്റിസാണ്. അദ്ദേഹം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലൂടെ തമിഴ്നാട്ടിലെയും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഒക്കെ MP-മാരുടെ പിന്തുണ നേടിക്കൊണ്ട് മുന്നോട്ട് പോവാം എന്നാണ് BJP കരുതുന്നത്. എന്നാൽ ഇതിന് അതേ നാണയത്തിൽ ഒരു മറുപണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ആന്ധ്രാപ്രദേശുകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ NDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള YSR, TDP രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പിന്തുണ നേടിയെടുക്കാമെന്നാണ് ഇന്ത്യ മുന്നണി കരുതുന്നത്. ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മികച്ച മുന്നേറ്റമായിട്ടാണ് കാണേണ്ടത്. NDA അവരുടെ ആളായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ ഇന്ത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു രീതിയിലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല. ഇത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. പാർലമെൻറ്റിലെ നിലവിലെ കക്ഷി നില അനുസരിച്ചിട്ട് NDAയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുന്ന സാഹചര്യമാണുള്ളത്. എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ മികച്ചു നിൽക്കുന്നതായിട്ട് വേണം കാണാൻ. ഇനി നമുക്ക് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ട്സിനെ പറ്റി ചർച്ച ചെയ്യാം. ഭരണഘടനയിലെ 63ാം ആർട്ടിക്കിളിലാണ് ഉപരാഷ്ട്രപതിയെ പറ്റി സംസാരിക്കുന്നത്. ഉപരാഷ്ട്രപതി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഒരു രാജ്യസഭാ അംഗമാവാനുള്ള യോഗ്യതകളെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരിക്കണം. അതുപോലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മറ്റു പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഒരു യോഗ്യത എന്ന് പറയുന്നത്, ഉപരാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒന്നും തന്നെ വോട്ട് ചെയ്യുന്നില്ല. ഞാനോ നിങ്ങളൊന്നും വോട്ട് ചെയ്യുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് പാർലമെൻറ്റിലെ അംഗങ്ങളാണ്. അതായത് ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള MP-മാർ, ഇവരാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്നത്. 5 വർഷത്തേക്കാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാഷ്ട്രപതി, പ്രസിഡന്റാണ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക.
ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ആയിരിക്കും നമ്മുടെ രാജ്യസഭയുടെ ചെയർമാനായിട്ടുണ്ടാവുക. ലോക്സഭയിൽ സ്പീക്കറാണ് ആ സഭ നിയന്ത്രിക്കുന്നതെങ്കിൽ രാജ്യസഭയിൽ ആ സഭ നിയന്ത്രിക്കുന്നത് ചെയർമാനായിരിക്കും. ലോക്സഭയിലെ സ്പീക്കർ ഒരു MP ആയിരിക്കും, അദ്ദേഹം ആ ഒരു സഭയിലെ അംഗമായിരിക്കും. എന്നാൽ രാജ്യസഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചെയർമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആ സഭയിലെ ഒരു അംഗമായിരിക്കില്ല. പക്ഷേ സുപ്രധാനമായ ബില്ലുകളൊക്കെ വരുന്ന സമയത്ത് ടൈ വന്നാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഏതെങ്കിലും വിഷയത്തിൽ ടൈ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ അവരത് തീരുമാനം കണ്ടെത്തും. അല്ല എങ്കിൽ ഇതിൽ അന്തിമമായ തീരുമാനം പറയുന്നത് സുപ്രീം കോടതിയാണ്. പ്രധാനമായിട്ടും 5 രീതിയിലാണ് വൈസ് പ്രസിഡന്റിൻ്റെ പൊസിഷൻ വേക്കൻ്റ് ആവുക. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജിവെച്ച് പുറത്തു പോവുക, 2 5 വർഷത്തെ കാലാവധി പൂർത്തീകരിച്ചു കൊണ്ടുവരുന്ന ഒഴിവ്, 3 മരണം, 4 റിമൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി കഴിയും. ഈ രീതിയിൽ വരുന്ന ഒഴിവ്. 5-മത്തേത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് വോയിഡാണ് എന്നൊരു സ്ഥിതിയിലേക്ക് വന്നാൽ, അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ആ പൊസിഷൻ വേക്കൻ്റായി വരും. ഇങ്ങനെ ഈ 5 രീതി വൈസ് പ്രസിഡന്റിൻ്റെ പൊസിഷൻ വേക്കൻ്റ് ആവാം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഒക്കെ പൊസിഷനിലേക്ക് മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഓരോ മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ അവരൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ അല്ലാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. എക്സിക്യൂട്ടീവിൻ്റെയോ ജുഡീഷ്യറിയുടെയോ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. കാരണം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ ഇത്തരം പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങളും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും ഒക്കെ വിരുദ്ധമായി നിലനിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. എന്തായാലും ഇനി വരാൻ പോകുന്ന നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതിക്ക് തീർത്തും നിഷ്പക്ഷമായി സുതാര്യമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.